ഹായ് ഫ്രണ്ട്സ്, രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ ടിന്നിൽ കിട്ടുന്ന ട്യൂണ വെച്ചിട്ട് നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് നിറമെല്ലാം മാറുന്ന വരെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ ആ പച്ചമണം എല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ട്യൂണ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിൽ ഓയിലെല്ലാം കളഞ്ഞിട്ട് തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിൽ ഓയിലെല്ലാം കളഞ്ഞിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഡ്രൈ ആയി കിട്ടണ വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ട്യൂണത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളെല്ലാം പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.